എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസാല ദോശയുടെ റെസിപ്പി നോക്കാം. പെട്ടെന്നൊരു മസാല ദോശ കഴിക്കാൻ തോന്നിയാൽ നിങ്ങൾക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്നിവിടെ ദോശ തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. ബാക്കി വന്ന ബ്രെഡ്, അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ദോശ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് കടലപ്പരിപ്പാണ്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. കടലപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഒരു പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ഒരുപാട് ബ്രൗൺ നിറാകുന്നത് വരെ വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞ് ഉടച്ചു വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് വേണം. അപ്പം വൈറ്റ് കളറിലുള്ള ബ്രെഡാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ 4 വൈറ്റ് കളറിലുള്ള പിസയുടെ ബേസാണ് എടുക്കുന്നത്. ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് പിച്ചിടാവുന്നതാണ്. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണത്. പിന്നെ വേണ്ടത് ഒരു 100 ml റവയാണ്. സാധാരണ ഉപ്പുമാവിൻ്റെ റവയാണത്. റവ എടുക്കണം. ഇത് കടലമാവാണ്. 1.5 ടേബിൾ സ്പൂൺ കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 3/4 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് വേണ്ടത്. ഇനി വേണ്ടത് പഞ്ചസാര 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഇത് 2 കപ്പ് വരെ നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഇത് ബേക്കിംഗ് സോഡയാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം നല്ല കട്ട കെട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇത് ചെറുതായിട്ടൊന്ന് വറുത്ത റവയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ദോശയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അധികം പുളിയില്ലാത്ത തൈര്, പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഇപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് അരയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർത്തി വെക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്താൽ ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ബേക്കിംഗ് സോഡ വേണ്ടാത്തവർ ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്കിത് ദോശയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇരുമ്പിൻ്റെ തവ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തടച്ചു കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാവുന്നതാണ്. ഇനി
ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് ദോശയാക്കി എടുക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ തവി ഒരുപാട് മാവിൽ പ്രസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. വളരെ സോഫ്റ്റായിട്ട് മാത്രം നമ്മളിത് ചുറ്റിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മാവും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ മസാല ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ദോശ നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് തിരിച്ചിടേണ്ടതില്ല, അല്ലാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള മസാല ദോശ വെറും 10 മിനിറ്റിനുള്ളിൽ നമ്മൾ തയ്യാറാക്കി എടുത്തു. അപ്പോൾ വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മസാല ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശ, ഇഡ്ഡലി, അപ്പം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം. താങ്ക്